അവർക്കൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമുണ്ടാക്കാനുള്ള സമരമാണ്. ഒരു ജനതയ്ക്ക് അവരുടെ തന്നെ ഭൂമിയും നിലനിൽപ്പിനുള്ള ഉപാധികളും ഒക്കെ യൂറോപ്യൻ ശക്തികൾ വന്ന് കവർന്നെടുത്ത് അവർക്ക് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തള്ളിമാറ്റി അവർ സമരം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവരെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന വിചിത്രമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ കൊളോണിയൽ ആധിപത്യം എന്നുള്ളത് ഇന്ത്യക്കാരെ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. നാം കുറേ നൂറ്റാണ്ടുകളായി അത് അനുഭവിച്ചത്. ഈ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ സമകാലികമായിട്ടുള്ള തുടർച്ച നമുക്ക് കൃത്യമായി കാണണമെങ്കിൽ അത് പാലസ്തീൻ്റെ കാര്യത്തിലാണ് കാണുക. ഈ കൊളോണിയലിസത്തിൻ്റെ സമകാലികത ആണ് നമ്മെ രാഷ്ട്രീയമായി ഏറ്റവും അധികം വേവലാതിപ്പെടുത്തുന്ന സംഗതി. അധിനിവേശം എന്നൊക്കെ നാം പറയുന്നത് അതാണ്. എന്ത് അധിനിവേശമാണ് നടന്നിട്ടുള്ളത്? യൂറോപ്പിൽ ഉണ്ടായിരുന്ന വലിയ പ്രതിസന്ധി, യഹൂദർക്ക് നേരെയുള്ള വലിയ മനുഷ്യത്വഹീനമായിട്ടുള്ള അതിക്രമങ്ങൾ, അത് ഫാഷിസ്റ്റ് കാലമൊക്കെ ആവുമ്പോഴേക്കും വളരെ ഭീമാകാരമായിട്ടുള്ള ഭീഷണി യഹൂദ സമൂഹത്തിന് നേരെ യൂറോപ്പിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത്തരമൊരു ചരിത്രം ഒട്ടുമേ ഇല്ലാത്ത ഒരു പ്രദേശമാണ് പശ്ചിമേഷ്യ. അത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പാലസ്തീൻ ഉള്ള കാലത്താണെങ്കിലും അതിനു മുമ്പാണെങ്കിലും വ്യത്യസ്ത മതവിഭാഗങ്ങൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും ഒന്നിച്ചു ജീവിച്ച വലിയ പാരമ്പര്യമുള്ള നാടുകളാണ് ഇവയൊക്കെ തന്നെ. അവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് കൂടുതലും പുറത്തു നിന്ന് വന്നിട്ടുള്ള യുദ്ധങ്ങളാണ്. ക്രൂസൈഡ്സ് ഉദാഹരണത്തിന്, അതുപോലുള്ള യുദ്ധങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിലുള്ള ചരിത്രപരമായിട്ടുള്ള ജനജീവിതം, വ്യത്യസ്ത മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന, അവരന്യോന്യം സാമൂഹ്യ ജീവിതവും അവരുടെ സാംസ്കാരിക ജീവിതവും സാഹിത്യവും കലകളുമൊക്കെ അന്യോന്യം പരിപോഷിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ആണുള്ളത്. യഹൂദരുടെ തന്നെ തത്വശാസ്ത്രമൊക്കെ ഏറ്റവും വികസ്വരമാവുന്നത് ഒന്ന് അന്തലൂസിയയിലാണ്. ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണ് യഹൂദർക്ക് അവരുടെ സുവർണകാലം എന്നൊക്കെ പറയാവുന്ന കാലമുണ്ടായിരുന്നത്. അന്തലൂസിയയിൽ നിന്ന് ക്രിസ്ത്യൻ ഭരണം അവിടെ നിലവിൽ വന്നപ്പോൾ യഹൂദരെയും മുസ്ലിങ്ങളെയും അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിൽ അനേകം യഹൂദർ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ വന്നു ചേരുകയുണ്ടായി. അവർ കുറേ പേർ ബാഗ്ദാദിലും ഒക്കെ വന്ന്, കുറച്ചുപേർ കൊച്ചിയിലും ഒക്കെ, കൊച്ചിയിലെ യഹൂദരിൽ ഒരു വിഭാഗം അങ്ങനെ വന്നിട്ടുള്ളതാണ്, മുസ്ലിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. ഒന്നിച്ചുള്ള ജീവിതമായിരുന്നു. ആ ഒന്നിപ്പിൻ്റെയൊക്കെ ഒരു മേഖല ആയിരുന്ന പശ്ചിമേഷ്യൻ പ്രദേശത്താണ് യൂറോപ്യൻ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മേഖലയെ ഉപയോഗപ്പെടുത്തുന്നത് നാം കാണുന്നത്. 1897 വേൾഡ് സയനിസ്റ്റ് കോൺഗ്രസ് വിളിച്ചു ചേർത്തു ബാസിൽ, സ്വിറ്റ്സർലൻഡ്. യഹൂദർക്ക് ഒരു രാജ്യം വേണം, ഹോംലാൻഡ് എന്നാണ് അന്ന് ഉപയോഗിച്ചിരുന്ന പദം. തിയഡർ ഹെർസലിൻ്റെ ഒക്കെ ഈ യഹൂദർ വിശ്വാസികളായിട്ടുള്ള യഹൂദരല്ല, ജന്മന സാംസ്കാരികമായിട്ട് യഹൂദർ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർ അവരാലോചിച്ചത്
ഒന്ന് ഈ തിയഡോർ ഹേഴ്സൽ തന്നെ 1896 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുണ്ടായി, ഡർ ജൂഡൻസ്റ്റാറ്റ്, ദി ജൂയിഷ് സ്റ്റേറ്റ്. അതിൽ അദ്ദേഹം പറയുന്നത് യൂറോപ്യൻ യഹൂദർ ധാരാളമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ യൂറോപ്യൻ സമൂഹത്തിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും നേരിടുന്നുണ്ട്. അതിൻ്റെ അനേക ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതുകൊണ്ട് യഹൂദർക്ക് ഒരു രാഷ്ട്രം വേണം, ആ രാഷ്ട്രം എവിടെ സ്ഥാപിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ചർച്ച ചെയ്യുന്നു. ആ പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അർജന്റൈൻ ഓർ പാലസ്റ്റൈൻ, സബ് ടൈറ്റിൽ അതാണ്. അർജന്റീനയിൽ വേണോ പാലസ്റ്റൈനിൽ വേണോ? അർജന്റീനയാണെങ്കിൽ നല്ല ഒരു ഗുണമുള്ളത്, അവിടെ ധാരാളമായിട്ട് ഭൂമിയുണ്ട്. ഹേസൽ തന്നെ പറയുന്നത് ഇസ്രായേലിന്റെ സ്ഥാപകൻ എന്ന് ഇന്ന് കരുതുന്ന ആൾ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന് പാലസ്തീനോട് പ്രത്യേക മമതയൊന്നുമില്ല, അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ലായിരുന്നു സയൻസ് മൂവ്മെന്റിന്റെ തുടക്കക്കാർ. പിന്നീടുള്ള വേൾഡ് സയൻസ് കോൺഗ്രസിൽ ഉഗാണ്ടയെ കുറിച്ച് ചർച്ചയുണ്ട്, ഈസ്റ്റ് ആഫ്രിക്കയെ കുറിച്ച് ചർച്ചയുണ്ട്. അവിടെ ആയാലും ഹേസൽ തന്നെ പറയുന്ന ഒരു കാര്യം, പാലസ്തീനിലായാലും ഒരു ഗുണമുണ്ട്. ആ ഗുണം അദ്ദേഹം പറയുന്നത് വലിയ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണൊന്നുമല്ല, ധാരാളം ഭൂമി ലഭ്യമല്ല, പക്ഷേ യഹൂദരെ സംഘടിപ്പിക്കാൻ ഒരു, അദ്ദേഹം പറയുന്നത് ചരിത്രപരമായ ഒരു കണ്ണി എന്നാണ്. യഥാർത്ഥ സാംസ്കാരികമായിട്ടുള്ള ഒരു കണ്ണി എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും പാലസ്തീനിലാണെങ്കിൽ. അത് മതപരമായിട്ടുള്ള ക്ലെയിമേ അല്ല. പുതിയൊരു രാഷ്ട്രം സ്ഥാപിക്കാൻ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലക്കാണ് പാലസ്തീനെ കണ്ടിരുന്നത്. ആ തുടക്കക്കാർക്കില്ലാത്ത വേവലാതികളാണ് ഇന്നുള്ളവർക്കും. ചിരപുരാതനമായ ഇസ്രായേൽ രാഷ്ട്രം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്നത്. വളരെ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ, ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ആലോചനയിലും പാലസ്തീൻ ഒരു വൈകാരികമായിട്ടുള്ള ഏതോ ഒരു ഘടകമല്ല. എങ്കിൽ പിന്നെ അർജന്റീനയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്, ഈസ്റ്റ് ആഫ്രിക്കയെ കുറിച്ച് മിണ്ടേണ്ടുന്ന കാര്യം തന്നെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. എന്തുകൊണ്ടാണ് ആധുനിക യൂറോപ്പിൽ ഇത്തരമൊരാശയം ഉയർന്നു വരുന്നത്? യഹൂദ വിരോധം യൂറോപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒന്ന്. രണ്ടാമത് ഈ ദേശീയവാദം എന്ന് പറയുന്ന ആധുനിക ചിന്തയും അതിൻ്റെ സംഘാടനവും നടക്കുന്ന ഒരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് നമുക്കറിയാം. അപ്പൊ യൂറോപ്യൻ യഹൂദർ ആ വിധത്തിൽ പുതിയ തരം നാഷണലിസത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സയണിസം എന്നുള്ളത് ഒരു യഹൂദ രാഷ്ട്രവാദമായിട്ട്, ഒരു നാഷണലിസമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മതസംഹിതയായിട്ടല്ല അത് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ യൂറോപ്പിലുള്ള ഈ പ്രതിസന്ധി തീർക്കാൻ പാലസ്തീനെ കണ്ടെത്തുക എന്നുള്ളത്. ഹേഴ്സൽ അന്ന് സൂചിപ്പിച്ച ഒരു കാര്യം, അന്ന് പാലസ്തീൻ ഓട്ടോമൻ എംപയറിന്റെ, തുർക്കിയുടെ കീഴിലാണ്. അപ്പോ ടർക്കിഷ് സുൽത്താൻ നമുക്ക് യൂറോപ്യൻ യഹൂദർക്ക് പാലസ്തീനിലേക്ക് കുടിയേറാൻ അനുമതി നൽകുകയാണെങ്കിൽ സുൽത്താന്റെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹേഴ്സൽ പറയുകയാണ്. അതിനുവേണ്ടി സുൽത്താനെ സമീപിക്കുകയുണ്ടായി. ഓട്ടോമൻ സുൽത്താൻ അത് നിരാകരിക്കുകയും ചെയ്തു. ഈ വിശ്വാസികളായിട്ടുള്ള യഹൂദരുടെ കാര്യം വേറൊന്നാണ്. ഈ വേൾഡ് സയൻസ് കോൺഗ്രസ് ആദ്യം കൂടാൻ ഉദ്ദേശിച്ച സ്ഥലം ബാസിലല്ല, സ്വിറ്റ്സർലാൻഡിലല്ല. അവിടെയാണ് അവർ കൂടിയത്. ആദ്യം ഉദ്ദേശിച്ചത് മ്യൂണിക്കിലാണ്. മ്യൂണിക്കിലെ യഹൂദരെ എല്ലാം സംഘടിച്ച്
ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ തിയഡോർ ഹെഴ്സലിനെയും സംഘത്തെയും അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്. യഹൂദരിൽ നിന്നുണ്ടായിട്ടുള്ള ആദ്യ പ്രതികരണം അതായിരുന്നു. അതുകൊണ്ടാണ് ബാസിലിൽ പോയി ഈ വേൾഡ് സയന്റിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടി വന്നു. അത്തരം യഹൂദ പ്രതിഷേധം സയനിസത്തിനെതിരെയുള്ളത് ഇന്നും നിലവിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾക്കിപ്പോഴറിയാം, അമേരിക്കയിലൊക്കെ നേരത്തെ ഏറ്റവും അധികം ഇസ്രായേലി അനുകൂലമായി നിന്നിരുന്ന അമേരിക്കൻ യഹൂദരിൽ ചെറുപ്പക്കാർ പ്രത്യേകിച്ചു വലിയ തോതിൽ മാറിയിട്ടുണ്ട്. ഇന്ന് ഭൂരിപക്ഷം യഹൂദരും, പ്രത്യേകിച്ച് കോളേജ് വിദ്യാഭ്യാസമൊക്കെയുള്ള യഹൂദർ, അവരിൽ ഭൂരിപക്ഷം ഇസ്രായേലി വിരുദ്ധരായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അവർ ചരിത്രം പഠിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇസ്രായേലിനോടൊരു നേരത്തെ ഉണ്ടായിരുന്ന നാസി കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇമോഷണലായിട്ടുള്ള ആഭിമുഖ്യത്തെ കുറച്ചുകൂടി ചരിത്രബോധത്തോടുകൂടി മനസ്സിലാക്കാൻ യഹൂദരായിട്ടുള്ള ചെറുപ്പക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പാലസ്തീൻകാർ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ അനുഭവിച്ചത് രണ്ടു തരം യൂറോപ്യൻ കൊളോണിയലിസമാണ്. ഒന്ന്, ഈ യൂറോപ്യൻ യഹൂദർ സംഘടിച്ച് ഒരു യൂറോപ്യൻ യഹൂദരുടെ ജൂയിഷ് നാഷണൽ ഫണ്ട് പോലുള്ള ഫണ്ടുമൊക്കെ ഉണ്ടായി പാലസ്തീനിലേക്കുള്ള കുടിയേറ്റം 19-ാം നൂറ്റാണ്ട് അവസാനം തന്നെ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിൽ വലിയ പറയുന്ന വെയിൽസ് ഓഫ് ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരുന്നു പാലസ്തീനിൽ. അപ്പൊ ഇങ്ങനെ യൂറോപ്യൻ യഹൂദരുടെ വലിയ പ്രവാഹം പാലസ്തീനിലേക്ക് വന്നു. പുതിയ തരം അഷ്കനാസി യഹൂദര്, വെള്ളക്കാരായിട്ടുള്ള യഹൂദര്. ഇവിടെ യഹൂദരുണ്ട് പാലസ്തീൻ. നമ്മെപ്പോലുള്ള മനുഷ്യർ, ഏഷ്യക്കാരായിട്ടുള്ള ആൾ, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പുതിയ തരം സയനിസം എന്ന് പറയുന്ന പുതിയ യഹൂദവാദം. അത് അവരുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമേ ഇല്ലാത്ത കാര്യം. അപ്പോൾ ഒരു യൂറോപ്യൻ യഹൂദർ അവരുടെ ദേശീയ സയനിസത്തിലൂടെ പുതിയ കുടിയേറ്റ ഒരു വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. അങ്ങനെയുള്ള യൂറോപ്യൻ കൊളോണിയൽ ആധിപത്യം വരും. രണ്ടാമതൊന്ന് ബ്രിട്ടീഷ് ആധിപത്യം. ഇങ്ങനെ രണ്ടു തരം യൂറോപ്യൻ ആധിപത്യം. ഒന്ന് കുടിയേറ്റമായിട്ട് വരുന്നു, മറ്റേത് രാഷ്ട്രീയമായിട്ടുള്ള. അന്ന് നിലവിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ലോക രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടന്റെ ആധിപത്യം, അതും പ്രത്യേകിച്ച് 1-ാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടായത് വളരെ വലിയൊരാഘാതമാണ് പാലസ്തീൻകാരുടെ ജീവിതത്തിനെ ഏൽപ്പിച്ചത്. നിങ്ങൾക്കറിയാം, 1-ാം ലോക യുദ്ധത്തിൽ ഓട്ടോമൻ എംപയർ ടർക്കി തോൽപ്പിക്കപ്പെട്ടു. ബ്രിട്ടനും ഫ്രാൻസും 1-ാം ലോക യുദ്ധത്തിൽ ജയിച്ച ശക്തികൾ എന്നുള്ള നിലയ്ക്ക് ഓട്ടോമൻ എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന പശ്ചിമേഷ്യയിലെ പ്രദേശങ്ങൾ അവർ തമ്മിൽ വീതിച്ചെടുക്കാൻ, അത് യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പേ അതിനുള്ള സൈറ്റ്സ് പിക്കറ്റ് എഗ്രിമെന്റ് എന്നൊക്കെ പറയുന്ന രഹസ്യ എഗ്രിമെന്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. 1-ാം ലോക യുദ്ധത്തിന് ശേഷം ഈ ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ പൂർവ്വരൂപം ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നു. ഈ ലീഗ് ഓഫ് നേഷൻസ് മാൻഡറ്ററി സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതിൻ്റെ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. എന്താണ് ഈ സംവിധാനം? അത് പറയുന്നത്, ഈ പ്രദേശങ്ങൾ, ഓട്ടോമൻ എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന പശ്ചിമേഷ്യൻ പ്രദേശങ്ങൾ, ഇവ ലോകത്തെ സംസ്കാരമുള്ള രാജ്യങ്ങളിൽ ഇവയെ ഭരിക്കണം. ഏത് കാലം വരെ ഭരിക്കണം? ഈ പ്രദേശത്തെ ജനങ്ങൾ സ്വയം ഭരണത്തിന് ശേഷി കൈവരിക്കുന്നത് വരെ, ആ ശേഷി
ഉണ്ടാക്കുന്നത് വരെ അവരെ ഭരിക്കണം. ഈ സിവിലൈസ്ഡ് നേഷൻസ് ഇവരെ ഭരിക്കണം. സിവിലൈസിംഗ് മിഷനിൽ നമ്മൾ കൊളോണിയലിസത്തിനെ കുറിച്ച് ധാരാളം പഠിക്കുന്നു. ഇത് നേരിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അത് ബ്രിട്ടന്റെയോ ഫ്രാൻസിന്റെയോ അങ്ങനെ കൊളോണിയൽ ശക്തികളുടെ രേഖകളിലല്ല, ലീഗ് ഓഫ് നേഷൻസിന്റെ രേഖയിലാണ് പറയുന്നത്. ഈ സിവിലൈസ്ഡ് നേഷൻസ് പറഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ ജയിച്ച ശക്തികൾ. അവർ രണ്ടുപേരും ഈ ഭാഗങ്ങൾ വീതിച്ചെടുത്ത് അവർ ഭരിക്കണം. ഏത് കാലം വരെ? ഈ പ്രദേശത്തെ ജനങ്ങൾ സ്വയംഭരണത്തിന് ശേഷി കൈവരിക്കുന്നത് വരെ. ഇത്തരം നഗ്നമായിട്ടുള്ള കൊളോണിയൽ ആശയങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള സാമ്രാജ്യത്വ പ്രവർത്തനങ്ങളുമാണ് പാലസ്തീനിലേക്ക് ബ്രിട്ടന്റെ ഭരണം വരുന്നതിന് കാരണമാകും. 1920 മുതൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്തീനിൽ അങ്ങനെ ലീഗ് ഓഫ് നേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ച ശക്തികളുടെ കൊളോണിയൽ ഭരണം നടത്തുകയാണ്. ഫ്രാൻസിന് ലെബനോണും സിറിയയും ഒക്കെ ഫ്രാൻസിന്റെ അധീനതയിൽ വരും. ഈ പാലസ്തീൻ യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നേരത്തെ പറഞ്ഞ വേൾഡ് സയൻസ് ഓർഗനൈസേഷന്റെ പരിശ്രമങ്ങൾ, തിയോഡർ ഹെഴ്സലിന്റെ പരിശ്രമം, ഇതിനൊക്കെ സാധുത നൽകുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ 1917 ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി, ലോർഡ് റോത്സ്ചൈൽഡ്സ് എന്ന് പറയുന്ന വേൾഡ് സയന്റിസ്റ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. റോത്സ്ചൈൽഡ്സിന് ലോർഡ് ബാൽഫർ എഴുതുന്നതാണ്. ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ ഈ ജൂയിഷ് നാഷണൽ ഹോം എന്ന് പറയുന്ന സയനിസ്റ്റുകളുടെ ഒരു പദ്ധതിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അംഗീകാരം ലഭ്യമാകുന്നത് 1917. അത് പറയുന്ന ഹിസ് മജസ്റ്റിസ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് വ്യൂ വിത്ത് ഫേവർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ പാലസ്റ്റൈൻ ഓഫ് എ ജൂയിഷ് നാഷണൽ ഹോം. ജൂയിഷ് നാഷണൽ ഹോം സ്ഥാപിക്കാൻ അതിന് ബ്രിട്ടൻ അനുകൂലമാണ് എന്നുള്ളത്. അതിൻ്റെ കൂടെ ഒരു കൊമയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് കൊമയിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള നിലക്ക് തന്നെയാണ് ആ വാചകത്തിൻ്റെ ഘടന പോലും അങ്ങനെ. ഒറ്റ വാചകത്തിലാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ ഉള്ളത്. അതിൽ പറയുന്നത്, രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്, അതിന് സാങ്കത്യം അന്നുമില്ലായിരുന്നു ഇന്നുമില്ല. അത് പറയുന്നത് ഈ പ്രദേശത്തുള്ള യഹൂദരല്ലാത്തവരുടെ താല്പര്യങ്ങൾക്ക് ഇത് വിഘാതമായി വരരുത് എന്നാണ്. ഇവിടെ യഹൂദ രാഷ്ട്രം സ്ഥാപിക്കും. അതെങ്ങനെയാണെങ്കിലും വിഘാതമല്ലാതെ ആ പ്രദേശത്ത് തന്നെയാണ് യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാൻ ബ്രിട്ടൻ അനുകൂലമായ നിലപാടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 1917 പറഞ്ഞ യഹൂദ രാഷ്ട്രത്തിന് അനുകൂലമായി നിലപാടെടുത്ത ബ്രിട്ടൻ തന്നെയാണ് 20കളുടെ ആദ്യം പാലസ്തീൻ ഭരിക്കാൻ ഈ മാൻഡറ്ററി സിസ്റ്റത്തിലൂടെ വരുന്നത്. അപ്പോൾ യൂറോപ്യൻ യഹൂദരുടെ പ്രവാഹവും ബ്രിട്ടീഷ് ഭരണവും കൂടി ചേരുമ്പോഴാണ് പാലസ്തീൻകാർക്ക് യഥാർത്ഥത്തിൽ പരിപൂർണമായ യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ എല്ലാ ആഘാതങ്ങളും അവരുടെ തലയിൽ വരും. പിന്നെ ഇതിനോട് പ്രതിഷേധിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നു. 30കളൊക്കെ ആവുമ്പോഴേക്കും ജർമ്മനിയിൽ നിന്നൊക്കെ കൂടുതൽ യഹൂദർ വരാൻ തുടങ്ങി. ഈ നാസികളൊക്കെ വരുന്നതിന് മുമ്പാണ് ഈ പ്രക്രിയകളൊക്കെ കാര്യമായി തന്നെ തുടങ്ങുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഓർക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നാസികളുടെ അതിക്രൂരമായിട്ടുള്ള യഹൂദരെ കൊന്നെടുക്കുന്ന രീതി വന്നപ്പോൾ കൂടുതലായിട്ട് യഹൂദർ വരാൻ തുടങ്ങി. എന്നാലും യൂറോപ്പിൽ നിന്നുള്ള ഭൂരിപക്ഷം യഹൂദർ ഇസ്രായേലിലെ പാലസ്തീനിലേക്കൊന്നും അല്ല വന്നിരുന്നത്. കൂടുതലും പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണ്, നോർത്ത് അമേരിക്കയിലേക്കാണ് കൂടുതൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കാണ്, സൗത്ത് അമേരിക്ക, അർജന്റീനയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇന്നും ലോകത്തെ യഹൂദ ജനതയുടെ ഭൂരിപക്ഷം ഇസ്രായേലിലല്ല താമസിക്കുന്നത്. അങ്ങനെയൊക്കെ
നിങ്ങൾക്കറിയാം, ന്യൂയോർക്കിൽ ഇപ്പം മേയറൽ ഇലക്ഷൻ നടക്കുകയാണ് അല്ലേ? മംതാനിയുടെ ഇപ്പോൾ ഇലക്ഷൻ മത്സരിക്കുകയാണ്. പാലസ്തീൻ അനുകൂല നിലപാടുള്ള അദ്ദേഹത്തിന് യഹൂദരുടെ ഭൂരിപക്ഷം വോട്ടും ഈ പ്രൈമറി ഇലക്ഷനിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പാലസ്തീൻ സപ്പോർട്ടർ ആയതുകൊണ്ട് യഹൂദർ വോട്ട് എന്നുള്ള സ്ഥിതി. യഹൂദരെ അതുകൊണ്ട് ഏകമുഖമായിട്ടുള്ള ഒരു ജനതയായി നമ്മൾ കാണേണ്ടതായിട്ടില്ല. പക്ഷേ ഈ യഹൂദ കുടിയേറ്റവും ബ്രിട്ടീഷ് ഭരണവും കൂടി പാലസ്തീനിലെ ജനത എന്ന് പറയും, ഞാൻ പറഞ്ഞു എല്ലാ മതസ്ഥരായിട്ടുള്ള ജനതയുണ്ട്. പക്ഷെ മുസ്ലിം ജനവിഭാഗമാണ് ഏറ്റവും വലിയ വാസ് മെജോറിറ്റി. ക്രിസ്ത്യൻ ന്യൂനപക്ഷമുണ്ട്, യഹൂദ ന്യൂനപക്ഷമുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പാലസ്തീൻ. ഇങ്ങനെയുള്ള യൂറോപ്യൻ കുടിയേറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഭൂമി വാങ്ങുകയും പുതിയ സെറ്റിൽമെന്റ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യും. പിന്നീട് യഹൂദരുടെ പുതിയ മിലിഷ്യകൾ, സായുധ സേനകൾ രൂപീകരിക്കപ്പെടുകയാണ്. ഹഗാനയും അതുപോലുള്ള സംഘടന. ഹഗാനയൊക്കെയാണ് പിന്നീട് IDF ഇസ്രായേൽ സ്ഥാപിച്ചത്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സായിട്ടൊക്കെ മാറിയത്. പക്ഷെ അതിനു മുമ്പുള്ള മിലിഷ്യകളായിരുന്നു ഇവയൊക്കെ. അവ പാലസ്തീൻ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാനും ആൾക്കാരെ കൊല്ലാനും അഭയാർത്ഥികളായിട്ട് പാലസ്തീൻ ജനതയ്ക്ക് പോകേണ്ടുന്ന സ്ഥിതിയൊക്കെ 30കളാവുമ്പോഴേ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് വലിയൊരു സിവിൽ വാറാണ് പിന്നീട് പാലസ്തീനിൽ നാം കാണുന്നത്. 36 തൊട്ട് 1939 വരെ. ആദ്യത്തെ ഇൻതിഫാദ എന്നൊക്കെ പാലസ്തീൻകാർ അതിന് വിളിക്കും. അതിന് നേതൃത്വം കൊടുത്തത് ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റുകാരും മറുവശത്ത് ഇസ്ലാമിക നേതൃത്വങ്ങളുമായി. കാര്യമായിട്ട് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന 2 വിഭാഗങ്ങൾ അവരായി. അവരുടെ നേതൃത്വത്തിലാണ് 30കളിലെ പാലസ്തീൻ സമരം. ആ സമരം അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യഹൂദ കുടിയേറ്റത്തിനെതിരെയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിലപാടുകൾക്കെതിരെയും സമരമായി. സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. കൂടുതൽ വഷളാവുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ബ്രിട്ടന്റെ ആലോചന ഈ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് കൃത്യമായി നടപ്പാക്കിയിട്ടുള്ള ഒരു പ്രദേശവുമാണ് പാലസ്തീൻ. അതുകൊണ്ട് ഈ സംഗതി ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ നിന്ന് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ ആഗോളതലത്തിൽ തകരുകയും ചെയ്യുന്ന 47-ലാണ് ബ്രിട്ടൻ പറയുന്നത്, ഞങ്ങൾ ഈ മാൻഡേറ്ററി പവർ ഒഴിയാൻ പോവുകയാണ്. 1948 മെയ് 15-ന് അത് ഒഴിയും എന്ന് 1947 പ്രഖ്യാപിക്കുകയാണ്. 47-ൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ തന്നെ നടത്തി കഴിഞ്ഞ സന്ദർഭവും കൂടിയാണ് അത് എന്ന് ആലോചിക്കണം. അപ്പോൾ 2ാം ലോക യുദ്ധം കഴിഞ്ഞു, യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വന്നു, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. ബ്രിട്ടൻ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇത് ഐക്യരാഷ്ട്രസഭയ്ക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. പാലസ്തീൻ്റെ ഭാവി എന്താവണം, ബ്രിട്ടൻ ഇവിടെ നിന്ന് പോകുമ്പോഴെന്ന്. ബ്രിട്ടൻ 48-ൽ പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഈ 47-ലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പാലസ്റ്റൈൻ സ്ഥാപിക്കുന്നു. അങ്ങനെ ഒരു കമ്മീഷൻ സ്ഥാപിച്ച് ആ കമ്മീഷനിൽ ഇന്ത്യയൊക്കെ അംഗമായിരുന്നു. ഇന്ത്യയും ഇറാനും ഒക്കെ അംഗമായിരുന്നു. ഇന്ത്യയൊക്കെ അതുകൊണ്ട് പാർട്ടീഷനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തത്. പാലസ്തീൻ ഏത് കാരണവശാലും വിഭജിക്കരുത് എന്ന്. പക്ഷേ ഈ കമ്മീഷനിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാലസ്തീനെ വിഭജിക്കാനുള്ള നിലപാടാണ്. ഇന്ത്യയും ഇറാനും ഒക്കെയാണ് അതിന് അന്ന് എതിർത്തത്. ഇന്ത്യയും ഇറാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത് യഹൂദർക്കും പലസ്തീൻ അറബ് ജനതയ്ക്കും 2 പ്രദേശങ്ങൾ ഒരു ഫെഡറൽ രാഷ്ട്ര സംവിധാനത്തിൽ ഉണ്ടാവുക, ജെറുസലേം അതിൻ്റെ തലസ്ഥാനമാക്കി നിലനിർത്തുക എന്നുള്ളത്. വിഭജനം ആവശ്യമില്ല, ഫെഡറൽ സംവിധാനം ഉണ്ടാക്കുക.
പക്ഷെ അതല്ല യൂറോപ്യൻ അംഗങ്ങൾ പൊതുവിൽ സ്വീകരിച്ച നിലപാട്. അവർ സ്വീകരിച്ച് പാലസ്തീനെ വിഭജിക്കണം, ഒരു യഹൂദ രാഷ്ട്രമായി, ഒരു പാലസ്തീൻ അറബ് രാഷ്ട്രമായി. ഈ പാർട്ടീഷൻ റെസൊല്യൂഷൻ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടനെ തന്നെയാണ് ഇസ്രായേൽ രാഷ്ട്രപ്രഖ്യാപനം വരുന്നത്. ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളതും കൂടെ ഈ റെസൊല്യൂഷൻ്റെ ഭാഗമാണ്, ഒരു യഹൂദ രാഷ്ട്രം മാത്രം. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രം നിലവിൽ വന്നില്ല, ഇന്ന് വരെ നിലവിൽ വന്നില്ല. നിങ്ങൾ പല രാജ്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഈ പാലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായി ഐക്യരാഷ്ട്രസഭയിൽ നിലപാടെടുത്തു എന്ന് നിങ്ങൾ കേട്ടു. അവർ തുടങ്ങി വെച്ച ഈ ഒരു കാര്യം, ഒരു യഹൂദ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇസ്രായേൽ 1948 മെയ് 14 രാത്രി ഈ സയനിസ്റ്റ് നേതൃത്വം തന്നെ പ്രഖ്യാപിക്കുന്നതാണ്, ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചതൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രം നിലവിൽ വന്നു. ഇസ്രായേൽ എന്നുള്ള ഒരു പുതിയ രാഷ്ട്രം ഈ മേഖലയിൽ പിറവിയെടുക്കുകയാണ് ചെയ്തത്. പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നില്ല. ഇനി അങ്ങനെ ഒന്ന് നിലവിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് തരം രാഷ്ട്രം എന്നൊക്കെയുള്ള പുതിയ തരം ചോദ്യങ്ങൾ വരും. പാലസ്തീൻകാർ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതും അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു പാലസ്തീൻ രാഷ്ട്രം എന്നുള്ള ഒന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ സ്ഥിതിവിശേഷത്തെയും അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇസ്രായേൽ 48 തൊട്ട് ഇങ്ങോട്ട് ശ്രമിച്ചു വരുന്നത്. 1948 ചരിത്രപരമായി ഉണ്ടായിരുന്ന പാലസ്തീൻ്റെ ഒരു വലിയ വിഭാഗം ഇസ്രായേലായി മാറി. ബാക്കിയുള്ള പ്രദേശവും വെസ്റ്റ് ബാങ്കും ഗാസയും ഈസ്റ്റ് ജെറുസലേം അത് 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇന്ന് 67 തൊട്ട് ഇന്ന് വരെ ചരിത്രപരമായി ഉണ്ടായിരുന്ന പാലസ്തീൻ്റെ എല്ലാ പ്രദേശങ്ങളും, അതിൽ ഒരു പ്രദേശവും ഇസ്രായേലിൻ്റെ അധീനതയിൽ അല്ലാതെയില്ല. എല്ലാം ഇസ്രായേൽ പിടിച്ചടക്കിയതാണ്. ഇന്നും അധിനിവേശിത പ്രദേശങ്ങളായിട്ട് തന്നെയാണ് അവ തുടരുന്നത്. ഓക്യുപ്പൈഡ് ടെറിട്ടറീസ് എന്നാണ് ഇന്റർനാഷണൽ ലോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇസ്രായേലി ഓക്യുപ്പൈഡ് ടെറിട്ടറി. ഇസ്രായേൽ സ്ഥാപിച്ചതിന് ശേഷം ബാക്കിയുള്ള പാലസ്തീനും ഇസ്രായേലിന്റെ കീഴിൽ വരും. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശമോ ഒരു അധികാര വ്യവസ്ഥയോ അങ്ങനെ ഒന്നും നിലവിലില്ല. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മഹ്മൂദ് അബ്ബാസ് ആരാണ് എന്ന് ചോദിക്കും. പാലസ്തീനിയൻ അതോറിറ്റി എന്നൊക്കെ പറയും. ഓസ്ലോ പീസ് അഗ്രിമെന്റ്സിന് ശേഷം 1993 ശേഷം ഉണ്ടാക്കിയിട്ടുള്ള അറിയില്ല. അത്തരം അറേഞ്ച്മെന്റുകൾ ഈ പാലസ്തീനിയൻ അതോറിറ്റിക്ക് രാമല്ലയിലും അതുപോലുള്ള ടൗണുകളിലും ഒക്കെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർക്ക് ഈ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ അധികാരം പോലും അദ്ദേഹത്തിനില്ല. അതെന്തോ ഒരു രാഷ്ട്രമായിട്ടൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പൊ പാലസ്തീനിൽ യുദ്ധമായിട്ടാണ് ആൾക്കാർ പറയും. യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾ രണ്ട് തുല്യ ശക്തികളാവണമെന്നില്ല, പക്ഷേ പട്ടാളവും ഒക്കെ ഉള്ള രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അല്ലേ. ഇത് നേരെ മറിച്ചാണ്. പട്ടാളമുള്ള ഇസ്രായേൽ എന്നുള്ള ഒരു ദേശരാഷ്ട്രം പാലസ്തീൻ എന്ന് പറയുന്ന ജീവിക്കാൻ ഇടമില്ലാത്ത, ഭൂമിയില്ലാത്ത, ഭരണാധികാരമില്ലാത്ത, സോവറിനിറ്റി ഇല്ലാത്ത, പരമാധികാരമില്ലാത്ത ഒരു ജനതയുടെ നേരെ നടത്തുന്ന അതിക്രമം, അവരുടെ നേരെ നടത്തുന്ന ആധിപത്യം, അവരുടെ നേരെ നടത്തുന്ന ഹീനമായിട്ടുള്ള വംശഹത്യ, അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് അതിനെ അസിമെട്രിക് വാർ എന്നൊക്കെ പഠിക്കും. ഒരു കമ്പാരിസണും ഇല്ലാത്ത രണ്ട് ശക്തികൾ തമ്മിൽ. അതുകൊണ്ട് പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു യുദ്ധമല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഇതിനെ ഒരു കൊളോണിയൽ വാറായിട്ട് തന്നെ കാണുന്നു. കോളനി വാഴ്ച നടക്കുന്നു, അധിനിവേശം നടക്കുന്നു, അവരുടെ ഭൂമി പിടിച്ചെടുത്തിരിക്കുന്നു,
കൂടുതൽ കൂടുതൽ ഇസ്രായേലി സെറ്റിൽമെന്റ്സ് വെസ്റ്റ് ബാങ്കിൽ വരുന്നു. അത് ഓക്യുപ്പൈഡ് ടെറിട്ടറിയാണ്. അവിടെ സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇല്ലീഗലാണ്. പക്ഷേ അത് ദൈനംദിനം നടക്കുന്നു. ഇപ്പൊ വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഓക്യുപ്പേഷൻ പോരാഞ്ഞിട്ട് ഇനി പൂർണ്ണമായും ഇസ്രായേലിന്റെ ഭാഗം ആക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിന്റെയും പരിപാടി, ട്രംപിന്റെയും പരിപാടി. അതാണ് ഗാസയെ പൂർണ്ണമായും ഇപ്പൊ തന്നെ തരിപ്പണമാക്കി ജനതയിൽ വലിയൊരു വിഭാഗത്തെ ഉന്മൂലനാശം ചെയ്യുന്നു. ഇനി ബാക്കിയുള്ളത് ട്രംപിന്റെയൊക്കെ ഭാഷയിൽ ഒരു റിവേറ അവിടെ സൃഷ്ടിക്കും. വലിയ കെട്ടിടങ്ങളും ഈ മെഡിറ്ററേനിയൻ നേരെ നോക്കുന്ന പുതിയ ബിൽഡിംഗ് സമുച്ചയങ്ങളും പാർക്കുകളും ഒക്കെയായി പുതിയൊരു ഗാസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹുവും ട്രംപും. ട്രംപിന്റെ ആശയം. പിന്നെ ഈ പാലസ്തീൻ രാഷ്ട്രം എവിടെ സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അംഗീകാരം കൊടുത്ത് പിന്നെ എവിടത്തേക്ക് സ്ഥാപിക്കാൻ വേണ്ടി? വെസ്റ്റ് ബാങ്കിൽ ഒതുങ്ങി കൂടിയാൽ മതി. ഈസ്റ്റ് ജെറുസലേം പോലും ക്ലെയിം ചെയ്യരുത്. ഈ ഇന്ത്യൻ ഭരണകൂടവും നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വെസ്റ്റ് ബാങ്കും ഗാസയും ഈസ്റ്റ് ജെറുസലേം ആസ് ക്യാപിറ്റൽ. അങ്ങനെ ഒരു പാലസ്തീൻ രാഷ്ട്രമാണ് ഈ ദ്വിരാഷ്ട്രവാദത്തിന്റെ മുഖ്യമായിട്ടുള്ള അംശം. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ജെറുസലേം ഒന്നും മെൻഷൻ ചെയ്യാറില്ല അതിന്റെ സ്റ്റേറ്റ്മെന്റ്സിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോ ഇസ്രായേലി ആയി എന്നുള്ളത് മാത്രം. നേരത്തെയുള്ള പാലസ്തീൻ നിലപാട് തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. എന്നാൽ പാലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. എവിടെ പാലസ്തീൻ രാഷ്ട്രം എന്ന് ഇവരോടൊക്കെ ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവും. അപ്പൊ ജനകീയമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ വരുമ്പോൾ അംഗീകാരം ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന്, ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന്. ഇന്ത്യ പരമ്പരാഗതമായി കൊളോണിയൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് പാലസ്തീൻ അനുകൂല നിലപാടുള്ള രാജ്യമാണിത്. പക്ഷെ അതിന് വന്നിട്ടുള്ള മാറ്റം നമുക്കൊക്കെ ഇന്ത്യ പാലസ്തീനെ ഒരു ദേശരാഷ്ട്രമായി അംഗീകരിക്കും. ഭൂമിയില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിൽ ഒരു പാലസ്തീനിയൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ഇവിടെ ഒരു എംബസി സ്ഥാപിക്കാൻ PLOക്ക് അനുമതി നൽകുകയും ഒക്കെ ചെയ്ത രാഷ്ട്രമാണ്. ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ 80കളിലൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അവിടെ തൊട്ടടുത്ത് വസന്ത് വിഹാറിൽ പാലസ്തീനിയൻ എംബസി നിലവിൽ അതിൽ പുതിയ കെട്ടിടം എംബസി സമുച്ചയങ്ങളുടെ ഇടക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഉദ്ഘാടനത്തിന് ഞാനും പോയിട്ടുണ്ട്. 70കളിലാണ് നമ്മൾ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇന്ന് അംഗീകരിക്കും. പക്ഷേ ഈ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടുണ്ട്. പാലസ്തീൻകാർക്ക് വളരെ വ്യക്തമാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയും ഗാസ തരിപ്പണമാക്കി കഴിഞ്ഞു. നമുക്ക് മനുഷ്യരെയും കൊന്നൊടുക്കി കെട്ടിടങ്ങളും നിങ്ങൾ കാണുന്ന ചിത്രങ്ങളുണ്ട്. എന്താണ് ബാക്കിയുള്ളതെന്ന് നമുക്കറിയാം. വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻകാർക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് പോകണമെങ്കിൽ കടന്നു പോകേണ്ടുന്ന ചെക്ക് പോയിന്റുകളുടെ കാര്യം, പട്ടാള ചെക്ക് പോയിന്റ്സ്, ഈ ഓരോ ഗ്രാമത്തിനും 2 ടൗണുകളുടെയും നടുക്ക് യഹൂദ സെറ്റിൽമെന്റ്സ് പുതുതായി ധാരാളമായി വന്നിരിക്കും. എല്ലാ വർഷവും പുതിയ പുതിയ സെറ്റിൽമെന്റ്സ് വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പാലസ്തീനികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള പ്രദേശം ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അത് കാണുക തന്നെ വേണം. നിങ്ങൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ വെസ്റ്റ് ബാങ്കിൽ ഈ യുദ്ധത്തിൽ പിടിച്ചടക്കിയ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. പക്ഷെ ആരാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നത്? അതുകൊണ്ട് പാലസ്തീൻകാരിൽ ഇപ്പോഴും ചരിത്രപരമായിട്ടുള്ള പാലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നു. ബിറ്റ്വീൻ ദി റിവർ ആൻഡ് ദി സീ, ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് കര തൊട്ട് മെഡിറ്ററേനിയൻ സമുദ്രം വരെ
ഈ റിവർ ആൻഡ് ദ സീ എന്നൊക്കെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയി പറഞ്ഞാൽ നിങ്ങൾ ആന്റിസെമൈറ്റാണ്, യഹൂദ വിരുദ്ധനാണെന്നൊക്കെ മുദ്ര കുത്തും. കാരണം ഇത് ചരിത്രപരമായിട്ടുള്ള പാലസ്തീനെ കുറിച്ച് പറയും. എന്തുകൊണ്ട് നമുക്കൊന്നിച്ച് ജീവിച്ചുകൂടാ? യഹൂദർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ പണ്ട് ഇവിടെ ജീവിച്ച ചരിത്രമുണ്ട് എന്ന് ചിന്തിക്കുന്ന ജനത ഇന്ന് ധാരാളമായിട്ടുണ്ട് ഈ പ്രദേശത്ത്. ചരിത്രപരമായിട്ടുള്ള പാലസ്തീൻ. അതുകൊണ്ട് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ആശയഗതിയാണോ ഒരു തുല്യ പൗരത്വമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമോ എന്നാണ് പാലസ്തീൻകാരും ചരിത്രബോധമുള്ള മനുഷ്യത്വമുള്ള യഹൂദർ, അവർ ഇസ്രായേലിലാണെങ്കിലും പുറത്താണെങ്കിലും അവരും ആലോചിക്കുന്നതാണ്. പാലസ്തീനിലെ ക്രിസ്ത്യൻ ജനവിഭാഗവും മുസ്ലിം ജനവിഭാഗവും ഒന്നിച്ചാണ് ഇസ്രായേലിനെതിരെ പോരാടുന്നത്. ഇപ്പോ ഇറാന്റെ മേലെ ഉള്ള ഇസ്രായേലിന്റെ ആക്രമണം നിങ്ങൾ കണ്ടതാണ് അല്ലേ? ടെലിവിഷനിൽ നമ്മൾ ലൈവ് കവറേജ് കണ്ടതാണ്. ഇറാനിൽ നിന്ന് ഏറ്റവും ആദ്യം ഇസ്രായേലി അതിക്രമത്തിനെതിരെ ശബ്ദമുയർന്നത് ഇറാനിലെ പാർലമെന്റിലെ അവിടുത്തെ മജ്ലിസിലെ യഹൂദ അംഗത്തിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇസ്രായേലി അറ്റാക്കിനെ അപലപിച്ചത്. ഇറാനിൽ യഹൂദർക്ക് പാർലമെന്റിൽ റിസർവേഷൻ അർമേനിയൻ ക്രിസ്ത്യാനികൾക്കും സൗരാഷ്ട്രൻ മതക്കാർക്കും ഉണ്ട്. ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പശ്ചിമേഷ്യയിൽ യഹൂദരുള്ളത് ഇറാനിലാണ്. അപ്പോ മുസ്ലിങ്ങളും യഹൂദരും തമ്മിലുള്ള എന്തോ യുദ്ധം എന്നുള്ള നിലക്കാണ് പാലസ്തീൻ പ്രശ്നത്തെ ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റെ കൊളോണിയൽ പശ്ചാത്തലം, അതിൻ്റെ ഇംപീരിയലിസ്റ്റ് താല്പര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഈ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങൾ ഒന്നിച്ച് ജീവിച്ച അനുഭവത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. അത്തരമൊരു ഭാവിയെക്കുറിച്ചുള്ള ഇന്ന് യൂട്ടോപ്യനെങ്കിലും അങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ട്. ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പാലസ്തീനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയത് 1980-കളിൽ തന്നെയാണ്. ഞാൻ ആദ്യം വായിച്ച പുസ്തകങ്ങളൊക്കെ യഹൂദർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. എന്നെ പാലസ്തീൻ അനുകൂലിയായിട്ട് മാറ്റിയത് ആ പുസ്തകങ്ങളുടെ നന്മ കൊണ്ടുകൂടിയാണ്. മാക്സിം റോഡിൻസനെ പോലുള്ള. മാക്സിം റോഡിൻസന്റെ അച്ഛനും അമ്മയും ഹിറ്റ്ലറുടെ ഓഷ്വിറ്റ്സിൽ കൊല ചെയ്യപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസിനെ നാസികൾ കൊന്നതാണ്. ഒരു യഹൂദൻ എന്നുള്ള നിലയ്ക്ക് എല്ലാം അനുഭവിച്ച ആളാണ് റോഡിൻസൺ. അദ്ദേഹം 1967 യുദ്ധത്തിനെ തുടർന്ന് എഴുതുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ്. അദ്ദേഹമാണ്, അതാണ് ഞാൻ പറയുന്നത്. നോർമൻ ഫിങ്കൽസ്റ്റൈൻ എന്ന അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നാസികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. സർവൈവേഴ്സ് ഹോളോകോസ്റ്റ്. അദ്ദേഹമാണ് മിത്ത് ആൻഡ് റിയാലിറ്റി ഓഫ് ദി ഇസ്രായേലി പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റ് എഴുതിയത്. എങ്ങനെ യഹൂദരുടെ യൂറോപ്യൻ അനുഭവം ഹോളോകോസ്റ്റ് എന്നുള്ളത് പാലസ്തീനുകളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി പ്രത്യയശാസ്ത്ര ഉപാധിയായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുവെന്നുള്ളത് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ഭരണം നാസികളുടെ അതേ രീതി പാലസ്തീൻകാരോട് തുടരുന്നത് എൻ്റെ പാരൻസിനോട് ചെയ്യുന്ന അനീതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അനുഭവമുള്ള
യഹൂദരുണ്ട്. അവരൊക്കെ നമ്മളോട് പറയും. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഏബ്രാംസ് എന്ന് പറഞ്ഞ ലിയോൺ ഏബ്രാംസ്, അദ്ദേഹത്തെ 24-ാമത്തെ വയസ്സിലാണ് നാസികൾ കൊല്ലുന്നത്. അദ്ദേഹവും കുടുംബവും പാലസ്തീനിൽ യൂറോപ്പിലെ യഹൂദ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി പാലസ്തീനിലേക്ക് വന്നതാണ്. അവർ തിരിച്ചുപോയി. കാരണം യഹൂദ കുടിയേറ്റക്കാർ അവിടെ നടത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചുപോയത്. തിരിച്ചെങ്ങോട്ടാണ് പോയത്? തിരിച്ച് നാസികൾ പിടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് ലിയോൺ ഏബ്രാംസ് പോയത്. വളരെ ധീരരായിട്ടുള്ള മനുഷ്യരുടെ അനുഭവങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ കാര്യം, പാലസ്തീൻകാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല. അവരനേക വിധത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ നടത്തി. 1936-39 ഇടയ്ക്കുള്ള പാലസ്തീൻ്റെ സമരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. മുസ്ലിം മത നേതൃത്വം വളരെ ശക്തമായിട്ട് തന്നെ മുന്നിൽ വന്നിരുന്നു. ഈ യൂറോപ്യൻ യഹൂദ കുടിയേറ്റത്തിനെതിരെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും നിലപാടെടുത്തു. അതുപോലെ തന്നെയാണ് നമുക്കറിയുന്ന പാലസ്തീൻകാരിൽ വലിയൊരു വിഭാഗം എഴുത്തുകാരായിട്ടും ഫിൽം മേക്കേഴ്സായിട്ടും ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ഗറില്ല പോരാളികളായിട്ടും ഒക്കെ നമുക്കറിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യ അടക്കമുള്ള 3-ാം ലോക രാജ്യമെന്ന് അന്ന് വിളിച്ചിരുന്ന രാജ്യങ്ങൾ ഈ നോൺ അലൈൻ മൂവ്മെൻറ്റിലൂടെ എടുത്തിട്ടുള്ള നിലപാട്, അന്ന് PLO ആയിരുന്നു മുഖ്യമായിട്ടുള്ള പാലസ്തീൻ നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടനയല്ല, അനേക സംഘടനകളുടെ ഒരു അംബ്രല്ലയാണ് PLO. പക്ഷെ അതിന് യാസർ അറാഫത്തിൻ്റെ കാര്യം കൂടെ സൂചിപ്പിച്ചു. ഒരു കയ്യിൽ ഒലീവ് ബ്രാഞ്ചും മറ്റേ കയ്യിൽ തോക്കുമായി അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയെ അഡ്രസ് ചെയ്യുകയുണ്ടായി 1974. അദ്ദേഹം പറഞ്ഞത്, ഈ ഒലീവ് കമ്പ് എൻ്റെ കയ്യിൽ നിന്ന് വീഴാതെ സൂക്ഷിക്കേണ്ടത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. തോക്കപ്പോഴും അദ്ദേഹം കൈവിട്ടിരുന്നു. ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റാഞ്ചുകയും മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ ഒക്കെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പാലസ്തീൻകാർ ഏറ്റവും കൂടുതൽ നമ്മൾ സൈനികമായിട്ടുള്ള മാർഗത്തിലൂടെ അവരുടെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിച്ച കാലത്താണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ആ പ്രശ്നത്തെ കാര്യമായി ശ്രദ്ധിക്കുകയും അതിലേക്ക് അവർക്ക് ഒരു രാഷ്ട്ര പദവി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ നോൺ വയലൻ്റ് ആയിട്ടുള്ള സ്ട്രഗിൾസും ധാരാളമായിട്ട് പാലസ്തീൻകാർ നടത്തി. 1987 ഇൻതിഫാദ എന്ന് പറയും, പാലസ്തീനിയൻ അപ്രൈസിംഗ്, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്രമരഹിത സമരത്തിൻ്റെ ഉദാഹരണമായിട്ടാണ്. അത് ഗാസ സ്ട്രിപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. ഗാസയിൽ നിന്ന് തുടങ്ങി പിന്നീട് വെസ്റ്റ് ബാങ്കിലേക്കൊക്കെ പടർന്ന 87 പാലസ്തീനിയൻ ഇൻതിഫാദ. ഇൻതിഫാദ എന്നുള്ള വാക്കുകൾ ഇപ്പോഴും അമേരിക്കയിലൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ആൻറ്റിസെമൈറ്റായിട്ട് കരുതും പറയുന്നത്. അപ്പോൾ അത്തരം സമരവും അവർ നയിച്ചു. കുട്ടികളും സ്ത്രീകളുമൊക്കെ ആയിരുന്നു അതിൻ്റെ മുൻപന്തിയിലുണ്ടായി. അനേക ലോകത്താകമാനമുള്ള മനുഷ്യർ, അതിലൂടെ വലിയ സമ്മർദ്ദവും ഇസ്രായേലിൻ്റെ മേലെ ഉണ്ടായി. 1993 ഓസ്ലോ എഗ്രിമെൻറ്റിലേക്കൊക്കെ നയിച്ചത് ആ ഇൻതിഫാദ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഉണർവുകളായിരുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. ഹമാസ് എന്നുള്ള സംഘടനയും രൂപീകരിക്കുന്നത് ഈ ഇൻതിഫാദയുടെ സമയത്ത്. ആ സമാധാനപരമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉയർന്നു വന്ന സംഘടനയാണ് അത്. വളരെ സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക്, പക്ഷെ അവർ സൈനികമായിട്ടുള്ള രീതിയിലൂടെ തന്നെ ഇസ്രായേലിനെ നേരിടണമെന്നുള്ള നിലപാടിലേക്കാണ് ആ സംഘടന വിപുലപ്പെട്ടപ്പോൾ വന്നു. അത് ഗാസയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുനിസിപ്പൽ അധികാരം പോലും ഇല്ലാത്ത പാലസ്തീനിയൻ അതോറിറ്റി ഇലക്ഷനിൽ ഗാസയിലെ ഭരണം
ഭരണം എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പൽ ഭരണം കൈകാര്യം പൂർണ്ണമായിട്ടുള്ള ഭരണമില്ല, ഗവൺമെൻറ് ഇല്ല, അവർ സോവർണിറ്റിയുമില്ല. പക്ഷെ അവർ ഇലക്ഷനിലൂടെയാണ് ഗാസയിൽ അധികാരത്തിൽ വന്നത്. വെസ്റ്റ് ബാങ്കിൽ PA ആയിട്ട് രൂപീകരിക്കപ്പെട്ട PLOയുടെ തന്നെ ഫത ഫാക്ഷനാണ് കാര്യമായിട്ട് വോട്ട് കിട്ടിയത്. ഇന്ന് ഫത മത്സരിക്കുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ പലപ്പോഴും ഈ പാലസ്തീനിയൻ നേതൃത്വം വെസ്റ്റ് ബാങ്കിലുള്ളത് മഹ്മൂദ് അബ്ബാസ് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവ്വ ചരിത്രം ഒരു സ്വാതന്ത്ര്യ സമര പോരാളി എന്നുള്ള നിലക്കുള്ള ആ ചരിത്രത്തിന് കൂടെ എത്ര കണ്ട് നീതി പുലർത്തുന്നു എന്നുള്ളത് പാലസ്തീൻകാർക്കടക്കം വലിയ സംശയമുള്ളതായി. അദ്ദേഹത്തിൻ്റെ വലിയ എതിരാളികൾ എപ്പോഴും പറയും ഇസ്രായേലിൻ്റെ ഒരു ബി ടീമാണ്. ക്രൂരമാണ് ആ പറച്ചിൽ, പക്ഷേ അങ്ങനെ പറയുന്ന വിമർശകരുമുണ്ട്. കാരണം പലസ്തീൻ ജനതയുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം ഏറ്റവും കൂടുതൽ അവർ ഈ ജനസൈഡ്, വംശഹത്യ, ഈ അപ്പാർത്തൈഡ് നയങ്ങൾ എന്നൊക്കെ പറയുന്നവരിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അത് നിങ്ങൾ വെസ്റ്റ് ബാങ്കിൽ എന്നെങ്കിലും പോകാൻ സാധിക്കുമെങ്കിൽ ഈ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഡെസ്മണ്ട് ടുട്ടു ഒക്കെ സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡിന് നേതൃത്വം കൊടുത്ത ടുട്ടുവിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് പാലസ്തീനിലെ അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഞങ്ങൾ അനുഭവിച്ച അപ്പാർത്തൈഡിനേക്കാളും ഭീകരമാണ് എന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ യഹൂദ കുടിയേറ്റങ്ങളിലേക്ക് ഈ പശ്ചിമ ബാങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ അത് വലിയ ഹൈവേ പോലുള്ള റോഡുകളാണ്, വളരെ ഹൈടെക് ബസ്സുകളിലാണ്. ഞാൻ തെറ്റി അങ്ങനെ ഒരു ബസ്സിൽ കയറുകയുമുണ്ട്. പാലസ്തീൻ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോകാൻ ചെറിയ റോഡുകളും ആ റോഡുകളിൽ ആകമാനം സൈനിക ചെക്ക് പോസ്റ്റുകളുമാണ്. പാലസ്തീൻകാർക്ക് ഒരു വഴി, യഹൂദ കുടിയേറ്റക്കാർക്ക് വേറൊരു വഴി. അപ്പാർത്തൈഡ് നമ്മുടെ കൺമുമ്പിൽ കാണും. ഇസ്രായേലിനകത്തുള്ള പാലസ്തീൻകാരുടെ കാര്യം, ഇസ്രായേലിനകത്ത് ഇസ്രായേലി പൗരന്മാരായി ഇസ്രായേലിന്റെ ജനസംഖ്യയിൽ 20% പാലസ്തീൻകാരാണ്. ഒരു വലിയ മൈനോറിറ്റിയാണ് ഇസ്രായേൽ. യഹൂദ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും. ആദ്യമൊക്കെ യഹൂദ രാഷ്ട്രമാണോ ജനാധിപത്യ രാഷ്ട്രമാണോ എന്നുള്ള കൺഫ്യൂഷൻ അവരെപ്പോഴും ഉണ്ടാക്കുമായി. പക്ഷേ ഈ പാലസ്തീനിയൻ അറബ് പോപ്പുലേഷൻ 20% ജനങ്ങൾക്ക് യഹൂദ പൗരന്മാരുടെ പോലുള്ള അങ്ങനെ ഒരു തുല്യാവകാശമുള്ള ഭരണമല്ല. രണ്ട് തരത്തിലാണ്. ഇസ്രായേലി പൗരന്മാരാണ് ഈ പാലസ്തീൻകാർ, ഇസ്രായേലിനകത്തുള്ള പാലസ്തീൻകാർ. പക്ഷേ യഹൂദ പൗരന്മാരുടെ അവകാശം അപ്പാർത്തൈഡ് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന മേഖലകളാണ്. എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്തു. നെതന്യാഹു അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ബേസിക് ലോ തന്നെ മാറ്റി. ബേസിക് ലോ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനില്ല. ഇസ്രായേൽ ബേസിക് ലോ ആണ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നത്. അത് മാറ്റിയിട്ട് എന്താണ് ഇസ്രായേൽ ഈ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള കൺഫ്യൂഷനൊക്കെ എടുത്ത് മാറ്റി ഇസ്രായേൽ ഒരു യഹൂദ രാഷ്ട്രമാണ് എന്ന് തന്നെ എഴുതി വെച്ചു. അതുകൊണ്ട് ഇനി വേറെ സംശയങ്ങളൊന്നും വേണ്ട, ബാക്കിയുള്ള തുല്യാവകാശമൊന്നും ആവശ്യപ്പെടേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്രായേലിനകത്തായാലും ചരിത്രപരമായി ഉണ്ടായിരുന്ന പാലസ്തീൻ്റെ ആകമാനമുള്ള അപ്പാർത്തൈഡ് നയങ്ങളാണ് ഉള്ളത്. ഗാസയിലെ പോലുള്ള അതിഭീകരമായിട്ടുള്ള ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള ദൈനംദിന കൊല നടക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ ദിവസവും പാലസ്തീനിയൻ ഭൂമി പിടിച്ചെടുക്കി പുതിയ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുമ്പോൾ കിഴക്കൻ ജെറൂസലേമിലും ആകമാനം പുതിയ സെറ്റിൽമെൻറ്റ്സ് വന്ന് പാലസ്തീൻകാരുടെ കയ്യിൽ നിന്ന് അതും പതുക്കെ പതുക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന
ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ് നാം നിൽക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലെവലിൽ നാം കേൾക്കുന്ന പരിഹാര വാഗ്ദാനങ്ങളൊന്നും തന്നെ ഈ പ്രശ്നങ്ങളെ ആകമാനമായി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഒരു രാഷ്ട്രീയ ഭാവി ഈ പ്രദേശത്തെ, അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായ യഹൂദരാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും മറ്റു മതങ്ങളിൽപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും അവർക്കൊക്കെ വേറൊരു ഭാവിയെക്കുറിച്ച് നിശ്ചയമായി ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളിലെ മതമോ വിശ്വാസമോ വിശ്വാസരാഹിത്യമോ ഒന്നും നോക്കിയിട്ടല്ല. നമ്മുടെ ഒരു രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള നിലപാട്, രാഷ്ട്രീയ നിലപാട് എന്നുള്ളത് പാലസ്തീൻകാർക്ക് സ്വതന്ത്രമായിട്ട് ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതിനെ നാം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അവർക്കിടയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് മുഖ്യ പ്രശ്നങ്ങളല്ല. അതാര് സമരം ചെയ്യുന്നു, എങ്ങനെ സമരം ചെയ്യുന്നു എന്നുള്ള കാര്യം അവർക്ക് വിടുക. പാലസ്തീനോടുള്ള നമ്മുടെ ഐക്യത നിശ്ചയമായി പ്രഖ്യാപിക്കും. രണ്ടാമത്തെ കാര്യം, ധാർമ്മികമായി മനുഷ്യരാശിയിൽ ഇന്ന് മനുഷ്യരാശിക്കെതിരെ നടക്കുന്ന യുദ്ധം എന്നുള്ള നിലയിൽ തന്നെ ഗാസയിൽ നടക്കുന്ന വംശത്തെ കാണുക. അന്താരാഷ്ട്ര നിയമങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, ഇന്റർനാഷണൽ കോർട്ടുകൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിയമപരമായും ധാർമ്മികമായും പാലസ്തീൻകാരുടെ കൂടെ നിൽക്കാൻ മനുഷ്യരാശിയിൽ പെട്ട അംഗങ്ങൾ എന്നുള്ള നിലക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് പൊതുവിൽ മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ ധാർമ്മിക നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പാലസ്തീൻ ഐക്യദാർഢ്യം നാം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിക്കാൻ മനുഷ്യരാശി ആകമാനം ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നടക്കുന്ന അത്തരം ഐക്യദാർഢ്യ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എന്നെ ഇതിനനുവദിച്ച പ്രേമജത്വം ഓപ്പൺ ഫ്രെയിം, പിന്നെ ഓപ്പൺ ഫ്രെയിമിൻ്റെ പരിപാടികൾക്കൊക്കെ ഞാൻ ഓപ്പൺ ഫ്രെയിമിന് പ്രത്യേകമായി രാമേന്ദ്രനും എല്ലാം ഞാൻ നന്ദി പറയുന്നു.